ഈ കാര്യം കൃത്യമായി അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗം ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് വഇന്നീ ജാറുൽ ലക്കും. ഇബ്ലീസ് വന്ന് പറഞ്ഞത് അതാ. എന്താണ്? ഓ കിനാന ഗോത്രമേ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് സഹായിയായിട്ട് ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. ഞാൻ ആരാന്നറിയോ? മാലിക് ബിൻ സുറാഖത്ത് ബിൻ മാലിക്കാണ്. അതുകൊണ്ട് ഈ സുറാഖത്ത് ബിൻ മാലിക്കാൻ പറയുന്നത് കിനാന ഗോത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരൂല. ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിയാണ്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ഒരു ദിവസം ഒരാൾക്കും കഴിയില്ല. അല്ലാഹു പറയാണ്, അങ്ങനെ ഫലമ്മാ തറാഅത്തിൽ ഫിഅത്താനി, രണ്ട് വിഭാഗവും അങ്ങ് ഏറ്റുമുട്ടിയപ്പോൾ, സമരരംഗത്തേക്ക് ഇറങ്ങിയപ്പോ, അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് മാലാകമാരുടെ സഹായം ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോ, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ വന്ന ഇയാള് മെല്ലെ പിന്മാറുക, മെല്ലെ കൂട്ടത്തിൽ നിന്ന് പിന്മാറുക. അബൂജഹലിന്റെ സഹോദരന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ കൈ തെറിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. കാരണം എന്താ? ഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. എന്താ പറഞ്ഞത്? മലക്കുകളെ വരവ് ഇബ്ലീസിന് അറിയാലോ. കാരണം ഇബ്ലീസ് കുറെ കാലം ഇവരുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരാളാണ്, അവരുടെ ഉസ്താദായി ജീവിച്ച ആളാണ്. അതുകൊണ്ട് മലക്കുകളുടെ ആ വരവും അവരാണെന്ന് മനസ്സിലാക്കാൻ ഇബ്ലീസിന് യാതൊരു പ്രയാസമല്ല. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നി അഖാഫുല്ലാഹ വല്ലാഹു ശദീദുൽ ഇഖാബ്, ഞാൻ അള്ളാനെ പേടിക്കുന്നുണ്ട്. എന്താ പേടി അല്ലേ? നല്ല ഭക്തിയുള്ള ആള്, നല്ല പേടിയാ. ഞാൻ അള്ളാനെ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വരൂലാന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ രക്ഷപ്പെടുകയാണ്. ഇനി ഒരിക്കലും എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നാണ് ഈ ഇബ്ലീസ് പറയുന്നത് സുറാഖത്ത് ബിൻ മാലിക്. അപ്പൊ പറഞ്ഞു, നീയല്ലേ ഞങ്ങളെ രക്ഷിക്കാനും നീ ഞങ്ങൾക്ക് സഹായിയാണെന്നും ആപൽകര ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളോടെ കൂടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞതല്ലേ? അതൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഇനി നിന്നുകൂടാ, നിങ്ങളെ കൂടെ നിന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് മെല്ലെ മാറുകയാണ്. ഏതായാലും സുറാഖത്ത് ബിൻ മാലിക്കിന്റെ റോളിൽ വന്നുകൊണ്ട്, ആ വേഷത്തിൽ വന്നുകൊണ്ട് ഇബ്ലീസ് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. അപ്പൊ ആ പ്രശ്നവും പരിഹരിച്ചു. അങ്ങനെ പുറപ്പെടുക. ആ പുറപ്പെടുന്ന രംഗം അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരെ ഊട് വഴികളിലൂടെ, പ്രതിസന്ധിയുള്ള വഴികളിലൂടെ, നല്ല ശക്തമായ ചൂടിലും കല്ലും മുള്ളുമുള്ള പ്രദേശത്തുകൂടെ വരുമ്പോ അവർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാൻ ദഫ് മുട്ടി പാടുന്ന, നൃത്തമാടുന്ന പെണ്ണുങ്ങൾ, അവരെ സംഘടിപ്പിച്ചിട്ടാണ് അബൂജഹല് വരുന്നത്. വല്ലാതെ ആടിക്കുഴഞ്ഞിട്ടാണ് വരുന്നത്. നൃത്തമാടുന്ന പെണ്ണുങ്ങളുണ്ട്. പിന്നെ പിന്മാറുമോ? ഏതൊരു സ്ഥലത്തും പരാജയപ്പെടുന്നവർ കാണിക്കുന്നൊരു പ്രവർത്തനമാണ്, രക്ഷയില്ലാതെ കാണിക്കുന്ന സമയത്ത് വരുന്നതാണ് പെണ്ണുങ്ങളെ ഇറക്കുക എന്നത്. എല്ലാവരും പയറ്റുന്നൊരു പരിപാടിയാണ് അല്ലേ? ഒരു മനുഷ്യന്റെ പേരിൽ വ്യഭിചാരാരോപണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതിന് ചില പെണ്ണുങ്ങൾ റെഡിയാണ്. ഞാനത് ചെയ്തു, ഞാൻ പോയി, ഞാൻ വന്നു, ഈ ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് താമസിച്ചു എന്നൊക്കെ ഇങ്ങനെ ചില പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ ആ പെണ്ണുങ്ങളുടെ ചില കുതന്ത്രങ്ങളിൽ പലപ്പോഴും പുരുഷന്മാര് പരാജയപ്പെടാറുണ്ട്. അതിലൊരു പരാജയമാണ് ഇവർക്ക് സംഭവിച്ചത്. പെണ്ണുങ്ങൾ നൃത്തമാടി, അവർക്ക് വേണ്ടതൊക്കെ മദ്യമൊഴിച്ചു കൊടുത്തു, അവരെ കൂടെ നിന്ന് ആടി, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്തു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ, ബദ്ർ യുദ്ധം നടന്ന, സമര പോരാട്ടം നടന്ന ആ വിഷയങ്ങൾ കൃത്യമായി ലൈവായി അവതരിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. അംഫാൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വനീമത്ത്, സ്വത്ത്, നഫ്ല്, വനീമത്ത്.
ഒനീമത്ത് സ്വത്തുകൾ, അതാണ് അംഫാൽ. ആ അംഫാലിനെ സംബന്ധിച്ച് ചോദ്യം വന്നാൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവും റസൂലിനും ഉള്ളതാണത്, അവര് തീരുമാനിക്കും പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. വനീമത്ത് സ്വത്ത് 5 ഓഹരി ചെയ്യണമെന്നാണ്. അതിൽ 4 ഓഹരി യോദ്ധാക്കൾക്കുള്ളതാണ്, സമരത്തിൽ പങ്കെടുത്ത അണികൾക്കുള്ളതാണ്. ബാക്കി 1 ഓഹരി 5 ഓഹരി ചെയ്യണമെന്നാണ്. എന്നിട്ട് ആ 1 ഓഹരി അഹ്ലു ബൈത്തിന് കൊടുക്കണം, യാത്രക്കാർക്ക് കൊടുക്കണം, മസ്ലഹത്തിന് വേണ്ടി നീക്കണം. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ മസലയുള്ളത്. ആ അംഫാൽ കൃത്യമായി അവതരിപ്പിക്കുന്ന, ആ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് കൃത്യമായി, ബദർ സമര പോരാട്ടത്തെ സംബന്ധിച്ച്, പ്രതിരോധത്തെ സംബന്ധിച്ച് കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ അംഫാൽ. ആ അംഫാലിലാണ് അല്ലാഹു പറയുന്നത്, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലി വല്ലാഹു ബിമാ യഅമലൂന മുഹീത്. അല്ലാഹു പറയാ, ആ കൂട്ടര് വന്ന പോലെ നിങ്ങൾ പോവരുത് ട്ടോ. നിങ്ങൾ അവരെ ശൈലി സ്വീകരിക്കരുത്. അവര് പോകുന്നത് എങ്ങനെ? വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, അവരെ നാട്ടിൽ നിന്ന്, വീടുകളിൽ നിന്ന് അവർ പുറപ്പെട്ടത് ബത്റൻ വരിആ അന്നാസ്, അഹങ്കാരികളും ഗർവ് നടിച്ചവരും, അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ലോകമാന്യം പ്രദർശിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമാണ് അവരുടെ പുറപ്പാട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോവരുത്, വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അഥവാ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അൽ അജ്ലത്തു മിനശ് ശൈത്വാൻ, തീവ്രവാദവും ഭീകരവാദവും വിധ്വംസ പ്രവർത്തനങ്ങളും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് പിശാചിന്റെ പ്രവർത്തനാണ്. അതുകൊണ്ടാണ് ഭീകരവാദ സംഘടനകളിൽ നിന്ന്, തീവ്രവാദ സംഘടനകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിനോട് ആവശ്യപ്പെടുന്നത്. ഈ ഇസ്ലാം പ്രവർത്തനങ്ങളും ഇസ്ലാമിക സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ അതൊരിക്കലും നടത്തിക്കൂടാ എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ ആലിമീങ്ങൾ അത് വിളിച്ചു പറയുന്നത്. ഇന്ത്യ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ സമരം ചെയ്യുകയാണെങ്കിൽ ആ സമരമുഖത്തേക്ക് ഞങ്ങളുടെ സഹായം പട്ടാളത്തിന് ആവശ്യമായി വന്നാൽ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സംഘം നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ സുൽത്താനുൽ ഉലമ പോലെയുള്ള പണ്ഡിതന്മാർ. എന്തേ ഇത്? സ്വരാജ്യത്തോടുള്ള സ്നേഹമാണത്, രാജ്യത്തോട് പിറന്ന മണ്ണിനോടുള്ള കൂറാണത്. അതുകൊണ്ട് അഹങ്കാരം കാണിച്ചുകൊണ്ടും അതുപോലെ ഗർവ് നടിച്ചുകൊണ്ടും അതുപോലെ ആളുകളെ കാണാൻ വേണ്ടി എല്ലാ ലോകമാന്യം പ്രദർശിപ്പിച്ചുകൊണ്ടും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട് പിടിച്ചടക്കാൻ പോവരുത്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സന്ദേശമാണത്, ഈ ലോകത്തോടുള്ള സന്ദേശമാണ്. നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാതെ അജ്ലത്ത് കാണിക്കാൻ പാടില്ല, തീവ്രത കാണിക്കരുത്, ഭീകരത കാണിക്കരുത്, അക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത്. ഒരിക്കലും ബോംബ് ഉണ്ടാക്കി അല്ലെങ്കിൽ ബോംബെറിഞ്ഞ് വാളുകൊണ്ട് പ്രചരിപ്പിക്കേണ്ട മതമല്ല വിശുദ്ധ ഇസ്ലാം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന് ഈ ബദ്ർ സന്ദേശമായി പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു, നോക്കൂ, നിങ്ങൾ അഹങ്കാരത്തോടുകൂടെ നിങ്ങൾ പുറപ്പെടരുത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവര് വരുന്നത് പോലെ നിങ്ങൾ പോവരുത് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്റഹ് എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരീക്ഷകന്മാരായ ആളുകളെ വിടുകയാണ്. അവരെവിടെ എത്തിയിട്ടുണ്ട്? ഇസ്ലാമിനെ ആക്രമിക്കാൻ, മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ, മദീനയെ ആക്രമിക്കാൻ, റസൂലുള്ളാഹിനെ വധിക്കാൻ അതാ അബൂജഹലും സംഘവും എല്ലാ പടക്കോപ്പുകളോടുകൂടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരിക്കലും പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടാ വരുന്നത്. ആ വരവറിഞ്ഞപ്പോ അബൂ സുഫിയാനും സംഘവും മക്കയിലെത്തിക്കഴിഞ്ഞു. ഇവര് ബദറിലെത്തിയിട്ടില്ല. അപ്പോഴേക്ക് അബൂ സുഫിയാനും സംഘവും സുരക്ഷിതത്വത്തോടുകൂടെ മക്കയിലെത്തി.
ഈ വാർത്ത അറിഞ്ഞ ഉടനെ അബൂ സുഫിയാൻ ആളെ വിടുകയാണ്. നേരത്തെ കളവ് പ്രചരിപ്പിക്കാൻ വിട്ട സ്പീഡിൽ, അതേ സ്പീഡിൽ തന്നെ വേറെ ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്മാറണം, പോവരുത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിന്റെ സുരക്ഷിതത്വം റബ്ബ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോരൂ, ഒരു സമരമുഖത്തേക്ക് പോവേണ്ടതില്ല. അബൂജഹലിനോട് ഈ കാര്യം പറഞ്ഞപ്പോ അബൂജഹൽ പറഞ്ഞു, ഇല്ല, ഈ ഖുറൈശികളെ ശക്തിയൊന്ന് മദീനക്കാര് കാണണം, ഖുറൈശികളെ ശക്തിയൊന്ന് അറബികൾ കാണണം, മദീനക്കാരും മുഹമ്മദിന്റെ അനുയായികളും ഒന്ന് കാണണോ, നമ്മുടെ ശക്തി ഒന്ന് കാണണം. ആ കാണണം എന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ പുറപ്പെടുകയാണ്. ബദറിൽ ചെന്നുകൊണ്ട് 3 ദിവസം നമ്മൾ താമസിക്കും. ആ താമസിക്കുന്നതിനിടയിൽ അവിടെ വെച്ചുകൊണ്ട് ഒട്ടകത്തറുക്കും, ഭക്ഷിക്കും, മദ്യപിക്കും, നല്ല ലഹരിയോടുകൂടെ ആനന്ദ നൃത്തമാടാൻ പെണ്ണുങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീര്യമൊന്ന്, നമ്മുടെ ശക്തിയൊന്ന് ബദറുക മദീനക്കാര് കാണട്ടെ. ഇതാണ്. അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് അക്രമമാണ്, അനീതിയാണ്, ഇതിനെ കൂട്ടുനിന്നുകൂടാ, ഇത് നീതിയല്ല എന്നയാള് ആണയിട്ട് പറയാൻ ആളെ നിശ്ചയിച്ചു. പക്ഷേ അബൂജഹലിന് പിന്മാറ്റമില്ല. അള്ളാഹു നിശ്ചയിച്ച് നടക്കണ്ടേ, അല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം നടക്കണ്ടേ? അഹങ്കാരിയുടെ പതനമാണ്, അഹങ്കാരികളുടെ പതനമാണ്, അഹങ്കാരികളുടെ അന്ത്യമാണ് ബദർ. ആ ബദർ തരുന്ന സന്ദേശം അതാണ്. അഹങ്കരിച്ചാൽ, ലോകമാന്യം കാണിച്ചാൽ, അഹങ്കാരം ഗർവ് നടിച്ചാൽ എവിടെയും വിജയമില്ല, പരാജയം തന്നെ. എന്നിട്ടോ അബൂജഹല് അടക്കമുള്ള 12 പേരാണ് 1000-ഓളം ആളുകളുടെ ഭക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. 1-2 ആൾക്കും ഭക്ഷണം കൊടുത്താ പോരാ. അതിന് എത്ര പേര് കരുതിയിട്ടുള്ളത്? 600 ഒട്ടകം. 600 ഒട്ടകാണ്. ഒരു ദിവസം എത്ര ഒട്ടകത്തെ അറുക്കുന്നത്? 10 ഒട്ടകം. ഒരു ദിവസം 10 ഒട്ടകത്തെ കൊടുത്ത് തീറ്റിപ്പോറ്റാണ്. നല്ല നല്ല ചെറുപ്പക്കാരെ എന്തും കള്ളും പെണ്ണും കൊടുത്തുകൊണ്ട് തീറ്റിപ്പോറ്റുക. ഈ നിലക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അല്ലാഹു തആല പറയുന്നുണ്ട് ഈ കാര്യം. അവര് ഭക്ഷണമുണ്ടാക്കിയ കാര്യം അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംഫാലിൽ പറയുന്നുണ്ട്. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ്. ഖുറൈശികളായ സത്യവിശ്വാസികളല്ലാത്ത അവിശ്വാസികൾ അവരെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർക്കെതിരെ അവരെ സമ്പത്ത് ചെലവഴിക്കുകയാണ്. അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരെ സമ്പത്ത് ചെലവഴിക്കുന്നു. അല്ലാഹു പറയുന്നു, അവര് ചെലവഴിക്കട്ടെ. എന്താ കാര്യം? പിന്നെ ഉറപ്പാ അവർക്ക് ആ ചെലവഴിച്ചതിന്റെ പേരിൽ അവർക്ക് ഖേദമുണ്ടാകും. അവർ പിന്നീട് ഖേദിക്കും. പിന്നെ അവര് പരാജയപ്പെടുകയും ചെയ്യും. അല്ലാഹു നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവര് പോവട്ടെ, ചെലവഴിക്കട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അവരെ സമ്പത്തും അവര് ചെലവഴിക്കുന്നു. മാത്രമല്ല വല്ലദീന കഫറൂ ഇലാ ജഹന്നമ യുഹ്ശറൂൻ. ആ സത്യവിശ്വാസികളല്ലാത്ത അവിശ്വാസികൾ അവരെ ജഹന്നമ എന്ന നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടും. അല്ലാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലാഹു പറയാ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അവര് അറുത്തോട്ടെ, അവര് ഭക്ഷിച്ചോട്ടെ, അവര് ഭക്ഷിപ്പിച്ചോട്ടെ, അവര് ചെലവഴിച്ചോട്ടെ. പക്ഷേ ഒരിക്കലും അവര് രക്ഷപ്പെടില്ല. അവരെ സമ്പത്ത് ചെലവഴിച്ചതിന്റെ പേരിൽ അവർക്ക് വലിയ ഖേദം വരാനിരിക്കുന്നു. അങ്ങനെ അവര് വരുന്നു. ബദറിന്റെ ഒരു ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഒരു തടാകത്തിന്റെ ഭാഗത്താണ് അവര്, വെള്ളത്തിന്റെ തടാകത്തിന്റെ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഈ വിവരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്.
ആ സമയത്ത് അഫ്റഹ് എന്ന് പറയുന്ന സ്ഥലത്ത് സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും വിളിച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ഓ മുഹാജിറുകളെ, അവര് മുഹാജിറുകളാണല്ലോ അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് തങ്ങള്, അവരെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ല എന്താ വേണ്ടത്? മുഷാവറ. ഏത് ചെറിയ വിഷയത്തിലും ഏത് വലിയ വിഷയത്തിലും ചെറിയവനോടാണെങ്കിലും വലിയവനോടാണെങ്കിലും ചോദിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് അത് ബാധ്യതയാണ്. നേതാവായാലും ഭർത്താവായാലും വാപ്പയായാലും മകനായാലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അയൽവാസിയാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും ചോദിക്കണം, ചോദിച്ചറിയണം. ഏതൊരു വിഷയത്തിലും മുഷാവറ അനിവാര്യം. അത് പഠിപ്പിക്കുകയാണ് ബദർ. അതാ ബദർ പഠിപ്പിക്കുന്നത്, മുഷാവറ അനിവാര്യമാണ്. നേതാക്കള മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കമുള്ള മഹത്തുക്കളെ വിളിച്ചിട്ട് അന്വേഷിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണോ? ഉടനെ അവരുടെ തീരുമാനം, പുറപ്പെടാം നബിയേ, പുറപ്പെടുക തന്നെ. എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ആ സമയത്ത് സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ നബിയെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, എന്ത് നബിയെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ബനു ഇസ്രായേലുകാര്, അവര് സമരത്തിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം അവരെ ക്ഷണിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേലുകാര് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ? ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, നീയും അള്ളയും കൂടി യുദ്ധം ചെയ്തോളാം. നീയും നിന്റെ റബ്ബും കൂടി പോയി സമരം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കരുതുന്നുണ്ടോ നബിയെ? എന്താണ് ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? അത് വല്ലാതെ മനസ്സിൽ തട്ടിയൊരു ചോദ്യമാണ്. ആ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ സന്തോഷമായി. അതുകൊണ്ട് നബിയെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളും റബ്ബും സമരം ചെയ്തോളൂ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. അനുയായികളുടെ ആത്മവീര്യം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഒന്നുകൂടെ സന്തോഷമാവുകയാണ്, പ്രതീക്ഷയാവുകയാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പ്രതീക്ഷിക്കുന്നത് അൻസ്വാറുകളായ സ്വഹാബികളിൽ നിന്ന് പ്രതികരണം വന്നില്ല. അൻസാറുകളുടേത് കൂടി ഒരു കൂടിയാലോചന വേണമല്ലോ, അവരെയും കൂടി വിഷയത്തിൽ ഭാഗവാക്കാക്കണമല്ലോ. ഏതുപോലെ കിനാന ഗോത്രക്കാരിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഖുറൈശികൾ അത് പരിഹരിച്ചില്ലേ, എന്നതുപോലെ അൻസാറുകളിൽ നിന്നൊരു പ്രതീക്ഷ കിട്ടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പ്രതീക്ഷിക്കുന്നത് അൻസാറുകളിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോ അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൻസാറുകളായ ഞങ്ങളിൽ നിന്നാണോ നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഞങ്ങളിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂൽ മദീനക്കാരെയും കൂടി ഈ വിഷയത്തിൽ കൂട്ടാൻ കാരണോ, മദീനക്കാരെന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ ഞങ്ങളെ ഭാര്യ മക്കളെ, ഞങ്ങളെ കുടുംബങ്ങളെ നോക്കുന്നതിനേക്കാളും സൂക്ഷ്മതയിൽ നിങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുന്ന പറഞ്ഞത്. അത് മദീനത്തുള്ളപ്പോ, ഇത് ബദറിലാണ് അല്ലേ? അപ്പൊ മദീന വിട്ടല്ലോ, അതുകൊണ്ട് അവിടെ ഈ മദീനക്കാരായ അൻസാറുകളുടെ സഹായം ഉണ്ടാകുമോ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അറിയേണ്ടത്. ആ സമയത്ത് സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറയുകയാണ്, നബിയേ, ആ കാണുന്ന ആഴക്കടലിൽ നിങ്ങൾ ഞങ്ങളോട് ചാടാൻ പറഞ്ഞാൽ ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്കിടയിലൂടെ ഞങ്ങൾ അങ്ങ് ചാടി അങ്ങയുടെ വാക്കനുസരിക്കും നബിയേ. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ മുന്നേറുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നബിയേ. അല്ലാഹുവിന്റെ
റസൂലിന് സന്തോഷം കൊണ്ട് റസൂലുള്ളാഹി അവിടുത്തെ അണപ്പല്ല് കാണുന്ന രീതിയിൽ അങ്ങ് ചിരിക്കുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അവിടെ കിടന്ന് ശുക്രിന്റെ സുജൂദ് റസൂലുള്ളാഹി കടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. അല്ലാഹ് എന്നുമെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും മരിക്കാത്ത, എന്നുമെന്നും നിലനിൽക്കുന്ന ജീവനുള്ള അല്ലാഹ് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഒരു പ്രതിസന്ധി വന്ന റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ശുക്രിന്റെ സുജൂദ് ചെയ്യാം. സുജൂദ് അങ്ങോട്ട് ചെയ്തിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദിക്ർ ധാരാളം ചൊല്ലിയാൽ അല്ലാഹു ആ വിഷയത്തിന് ഒരു തുറസ് തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ബദർ തരുന്ന മറ്റൊരു പാഠാണത്. ബദർ തരുന്നൊരു പാഠാണ്. പ്രതിസന്ധികൾ വരുമ്പോ, നമ്മളിപ്പോ പ്രതിസന്ധികളുടെ നടുവിലാണ്. ഒരു ഭാഗത്ത് നിന്ന് കൊറോണയുടെ ആധിക്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കൊറോണ രോഗികൾക്ക്, കോവിഡ് രോഗികൾക്ക് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഓക്സിജൻ പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. നാടായ നാടുകളിൽ, വീടായ വീടുകളിലൊക്കെ ദിനേനെ കോവിഡ് രോഗികളുടെ ആധിക്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അതിനിടയ്ക്ക് ശക്തമായ ചൂട് കൊണ്ട് പ്രയാസപ്പെടുകയാണ്. കോവിഡ് രോഗമെന്ന് മാറിക്കിട്ടിയാൽ പൗരത്വ ബില്ല് പാസാക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ് മുസ്ലിമേ. എന്റെ ചെറുപ്പക്കാരെ, ഉള്ള സമയം പാതിരാ സമയത്തും ഫുട്ബോൾ കളിയുടെയും അതുപോലെ പന്ത് കളിയുടെയും ക്രിക്കറ്റിന്റെയും പിന്നാലെ, അല്ലെങ്കിൽ ക്യാരൻ ബോർഡ് ഞൊട്ടിയിട്ട് സമയങ്ങളെല്ലാം മുഅ്മിനേ, അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം, നമുക്ക് തന്ന ആയുസ്, നമുക്ക് തന്ന സൗകര്യങ്ങൾ, നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങേണ്ട സമയമാണ്. പാതിരാവിന്റെ മറവിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും നോക്കിയിട്ട്, അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് തന്ന ആധുനിക സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളിലൂടെ സമയം നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരെ. ബദർ നമുക്ക് തരുന്ന സന്ദേശം നോക്കൂ നിങ്ങൾ. അതാ ശത്രുക്കൾ എല്ലാ ആൾബലവും, ആയുധബലവും, സാമ്പത്തിക ബലവും കൊണ്ട് എല്ലാവരെയും ഉന്മൂലനം ചെയ്യാൻ കാത്തു കിടക്കുമ്പോ, അഹങ്കാരത്തോടുകൂടെ, അതിലേറെ ലോകമാന്യത്തോടുകൂടെ ആ തമ്പടിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സുജൂദിലാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് സുജൂദിലാണ്. റസൂലുള്ളാഹി പറയുന്നത്, അല്ലാഹ് ഇവര് പാവങ്ങളാണ് റബ്ബേ, ഇവർക്ക് സാമ്പത്തികമില്ല, അതിനെ കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയാണ്. വനീമത്ത് സ്വത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും അധികം ശേഖരിക്കാൻ അവസരം ലഭിച്ച ഒരു യുദ്ധമാണ് ബദർ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളാണ്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, പാവങ്ങളാണ്, പട്ടിണി പാവങ്ങളാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുക. അപ്പോഴാണ് അല്ലാഹുവിന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവര് വന്നിട്ട് പറയാ, നബിയെ, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുക, നിങ്ങൾ ധൈര്യമായിരുന്നോളൂ, നബിയെ, നിങ്ങൾക്കിതാ വിജയം കൈവരിക്കാൻ പോകുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലേ, സമരരംഗത്തേക്ക് ഇറങ്ങിക്കോളൂ, 1000 മലക്ക് നിങ്ങൾക്ക് ഇറക്കി തന്ന് അല്ലാഹ് സഹായിക്കുന്നു.
സന്തോഷ വാർത്തയും കൂടി വന്നു. 1000 മലക്ക്. അള്ളാഹ് പറയാണ്, ഈ മലക്കുകളൊന്നും ആവശ്യം അള്ളാഹ്ക്കില്ല. ഉണ്ടോ? മലക്കുകൾ ആവശ്യം അള്ളാഹ്ക്കില്ല. പിന്നെന്തിനാണ്? നിങ്ങൾക്കൊരു സമാധാനത്തിനാണ്. അള്ളാഹ് പറയാ, നിങ്ങൾക്കൊരു സമാധാനത്തിനാണ്. മലക്കുകളോട് പറയാണ്, അവരെ കൽബൊന്ന് ഉറപ്പിച്ചു നിർത്തൂ. നിങ്ങൾ പോയിട്ട് അവരെ കാൽപാദമൊന്ന് ഉറപ്പിച്ചു നിർത്തൂ. അവരെ മനസ്സിനൊരു ധൈര്യം കൊടുക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുകയാണ്. 1000ഓളം മലക്കുകൾ. അതല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഓ നബിയേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മാ തഉദ്ദൂന അഹ്ല ബദ്ർ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നബിയേ? ആരാണവർ? വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉദാ أنواع تعذيبهم والهتف كيف جرى مولاي صلي وسلم وركع من أبدا على حبيبك خير الخلق كلهم هم رجال بلا هم الجبال بلا كالدهر في همة بل سادة كبرى مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم شموس دين الهدى